ദൈവാശ്രയത്തോടെ മുന്നോട്ടു പോയാൽ ഏത് പ്രതികൂലങ്ങളെയും അതിജീവിക്കാൻ കഴിയുമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കാഞ്ഞിരപ്പള്ളിയിലെ മടുക്കക്കുഴി ആയുർവേദ ഹോസ്പിറ്റൽ. ദൈവാശ്രയം മാത്രമാണ് ഈ സ്ഥാപനത്തെ അനുദിനം മുന്നോട്ട് നയിക്കുന്നത്. ഒരു അപ്പൻ ബാക്കി വെച്ചു പോയ സ്വപ്നം അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും പ്രാർത്ഥന കൊണ്ടും പ്രയത്നം കൊണ്ടും നിറവേറ്റിയതാണിവിടം. ഈ സ്ഥാപനത്തിൽ ആര് വന്നാലും അവർക്ക് പൂച്ചെണ്ട് നൽകി സ്വീകരിക്കും. തലമുറകളായി ആതുര ശുശ്രൂഷ രംഗത്ത് രോഗികൾക്ക് സൗഖ്യം പകരുന്ന കുടുംബമാണ് മടുക്കക്കുഴി കുടുംബം. ആയിരത്തി 1938 വൈദ്യകലാനിധി MC മാത്യുവിന്റെ നേതൃത്വത്തിലാണ് ഈ സ്ഥാപനം ജനിക്കുന്നത്. തിരുവനന്തപുരം ആയുർവേദ കോളേജിൽ നിന്നും അദ്ദേഹം ഡിഗ്രി പാസ്സായി. പിന്നീട് കാഞ്ഞിരപ്പള്ളി രൂപതയിലെ പൊടിമറ്റം ഇടവകയിലെ പാറത്തോട് എന്ന സ്ഥലത്ത് മടുക്കക്കുഴി ആയുർവേദ ആശുപത്രി സ്ഥാപിച്ചു. ഇന്നത് അനേകർക്ക് ആശ്വാസം പകർന്നു നൽകുന്ന കലാനിധിയുടെ 8 മക്കളിൽ ജോയി എന്ന ഡോക്ടർ ജോയി മാത്യുവിലൂടെ ഈ സ്ഥാപനം തുടർന്നു പോവുകയാണ്. ഞാൻ റോബിൻ ജേക്കബ്, മടുക്കക്കുഴി ആയുർവേദ കുടുംബത്തിലെ 8ാമത്തെ തലമുറയെ റെപ്രസെൻ്റ് ചെയ്യുന്നു. എൻ്റെ മുമ്പേ പോയ എൻ്റെ വല്യപ്പൻ വൈദ്യകലാനിധി MC മാത്യു, എൻ്റെ ഫാദർ ഡോക്ടർ ജോയ് മാത്യു, ഇവരിൽ നിന്ന് ഉൾക്കൊണ്ട പ്രാർത്ഥന അനുഭവവും അവരുടെ ജീവിത സാക്ഷ്യവുമാണ് എന്നെ ആയുർവേദത്തിലേക്ക് കൊണ്ടുവന്നതും ഇന്ന് ദൈവത്തിൻ്റെ ഈ ഹീലിംഗ് മിനിസ്ട്രിയിൽ ഒരു ആകാൻ എനിക്ക് പറ്റിയതും. പിന്നെ ദൈവം ഓരോ ദിവസവും എനിക്ക് തരുന്ന കൃപകളെ ഓർത്താണ് ഞാൻ മനസ്സിൽ ഏറ്റവും നന്ദിയോടെ ഓരോ എൻ്റെ ദിവസവും മുമ്പോട്ട് പോകുന്നത്. അതിൽ ഏറ്റവും ആദ്യം പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ പൂർവികരിൽ നിന്ന് കിട്ടിയ അനുഭവം, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എൻ്റെ മകനും ഇപ്പോൾ ആയുർവേദത്തിൻ്റെ 9ാം തലമുറയെ റെപ്രസെൻ്റ് ചെയ്ത് ഞങ്ങളുടെ ടീമിൽ ജോയിൻ ചെയ്തിരിക്കുന്നു. അതാണ് ദൈവം ഏറ്റവും എന്നെ പരിപാലിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ കാണുന്നത്. 2, ഹീലിംഗ് മിനിസ്ട്രിയിൽ പങ്കുചേരുക. നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടവരാണ് ദൈവത്തിൻ്റെ പ്രത്യേക നിയോഗം കൊണ്ട്. ദൈവത്തിൻ്റെതായ ഹീലിംഗ് പദ്ധതിയിൽ ഒരു ഭാഗമാകാൻ, അല്ലെങ്കിൽ ചികിത്സയിൽ വേദനിക്കുന്നവരെ, ബുദ്ധിമുട്ടുന്നവരെ, നിരാലംബരായവരെ സഹായിക്കാനായിട്ട് ദൈവത്തിൻ്റെ ആ ഹീലിംഗ് മിനിസ്ട്രിയിൽ ഒരു പങ്ക് എനിക്ക് വഹിക്കാൻ പറ്റുന്നതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. പിന്നീട് ഡോക്ടർ ജോയി മാത്യുവിന്റെ നേതൃത്വത്തിൽ വൈദ്യശാല എന്ന സംരംഭത്തെ മികച്ച ആയുർവേദ ആശുപത്രി എന്ന നിലയിലേക്ക് ഉയർത്തുകയായിരുന്നു. രോഗികൾക്ക് കിടന്നു താമസിച്ച് ചികിത്സ ചെയ്ത് മടങ്ങാവുന്ന രീതിയിലുള്ള ആശുപത്രി അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളിലൊന്നായിരുന്നു.
പിന്നീട് ഡോക്ടർ ജോയി മാത്യുവിൻ്റെ മൂത്ത മകൻ റോബിൻ തൃശൂർ വൈദ്യരത്നം ആയുർവേദ കോളേജിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ ശേഷം 2000-ലാണ് ആധുനിക രീതിയിലുള്ള ആയുർവേദ ആശുപത്രി എന്ന ആശയം പൂർണ്ണമാകുന്നത്. തുടർന്ന് പ്രാർത്ഥനാപൂർവം ഇതൊരു ആയുർവേദ ഹോം സ്റ്റേ എന്ന ആശയത്തിലേക്ക് മാറ്റി. ഞാൻ ഡോക്ടർ ജോബിൻ മടുക്കുകുഴി ആയുർവേദ ആശുപത്രിയുടെ സ്വദേശത്തും വിദേശത്തുമുള്ള സ്ഥാപനങ്ങളുടെ മെഡിക്കൽ ഡയറക്ടറായി പ്രവർത്തിച്ചു വരുന്നു. 8 തലമുറകളായി ഏകദേശം 1938 മുതൽ ഈ സ്ഥലത്ത് കാഞ്ഞിരപ്പള്ളി രൂപതയിലുള്ള പൊടിമറ്റം ഇടവകയിലുള്ള ഈ സ്ഥലത്ത് ഞങ്ങൾ ഈ ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിച്ചു വരുന്നു. തൻ്റെ പൂർവികരിൽ നിന്ന് കൈമാറി വന്ന ആയുർവേദത്തിൻ്റെ അറിവ് 1938 തിരുവനന്തപുരം ആയുർവേദ കോളേജിൽ നിന്നും പഠനം പൂർത്തിയാക്കി ശ്രീ MC മാത്യു വൈദ്യൻ എന്നൊക്കെ അന്ന് അറിയപ്പെട്ടിരുന്ന MC മാത്യു പാറത്തോട് എന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ ഇങ്ങനെ ഒരു ആയുർവേദ ശുശ്രൂഷ പ്രസ്ഥാനം ആരംഭിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ മക്കളിൽ നിന്ന് കൈമാറി വന്ന ആയുർവേദത്തിൻ്റെ അറിവ് പഠനമായി അദ്ദേഹത്തിൻ്റെ മകൻ ഡോക്ടർ ജോയി മാത്യു തിരുവനന്തപുരം ആയുർവേദ കോളേജിൽ നിന്ന് ഏകദേശം 1970 പൂർത്തിയാക്കി വന്ന് കാഞ്ഞിരപ്പള്ളിയിൽ പിതാവിൽ നിന്ന് അത് ഏറ്റെടുത്ത് തുടരുകയുണ്ടായി. അതിനുശേഷം ഞങ്ങൾ 3 മക്കൾ ഡോക്ടർ റോബിൻ, സുബിൻ, ഞങ്ങൾ 3 പേരും ഉള്ള മക്കളിലേക്ക് അത് കൈമാറി വന്നപ്പെട്ടു. അപ്പോൾ ഏകദേശം 2000 ആണ്ടിലാണ് ഞങ്ങളുടെയൊക്കെ പഠനം പൂർത്തിയാക്കി വന്നപ്പോഴേക്കും പിതാവ് നമുക്കൊരു ആശുപത്രി അല്ലെങ്കിൽ ഒരു ചികിത്സാ കേന്ദ്രം എന്ന രീതിയിൽ ഒരു സ്ഥാപനത്തെ പറ്റിയുള്ള ചിന്ത വന്നത്. ഇപ്പോൾ കോളേജിൽ നിന്നൊക്കെ നമ്മൾ പഠിച്ചു വരുമ്പം വലിയ കെട്ടിടങ്ങൾ, ആശുപത്രി, കൂടുതൽ ആൾക്കാർ, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ആശയങ്ങളായി ഉള്ള സമയത്ത് പിതാവ് ഞങ്ങളോട് പറഞ്ഞ ഒരു ആശയം, നമ്മളുടെ ആശുപത്രി അല്ലെ നമ്മുടെ ചികിത്സാ കേന്ദ്രം ഒരിക്കലും ഒരു ആശുപത്രി പോലെ തോന്നിക്കരുത് എന്നുള്ളതാണ്. അതായത് അതൊരു വീട് പോലെ തോന്നുന്ന ഒരു ചികിത്സാ കേന്ദ്രമായി മാറട്ടെ എന്നുള്ള ആശയം അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ആദ്യം ഇത് പറയുമ്പം ഇത് എത്രത്തോളം സക്സസ്ഫുൾ ആകുമെന്നോ അല്ലെങ്കിൽ ആ ഒരു ആശയം എത്രത്തോളം പ്രാവർത്തികമാക്കാൻ പറ്റുമെന്നൊക്കെ ഞങ്ങൾ സംശയത്തോടു കൂടി ചിന്തിക്കുകയുണ്ടായി. പക്ഷേ അദ്ദേഹം ഉയർത്തി വെച്ച ഒരാശയം, നമ്മൾ ഒരിക്കലും ആശുപത്രിയിൽ പോകാനായിട്ട് ആഗ്രഹിക്കുന്നവരല്ല, ഞാനോ നിങ്ങളൊക്കെ ആണെങ്കിൽ പോലും ഒരു അസുഖം വരുമ്പം മാത്രം പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് ആശുപത്രി, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതല്ല, നിർബന്ധിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് ആശുപത്രി. അപ്പോൾ ഒരു വീട്ടിലേക്ക് പോവുക അല്ലെങ്കിൽ അസുഖം വരുമ്പോൾ വീട്ടിലൊന്ന് കിടന്നുറങ്ങുക എന്നുള്ളത് നമുക്ക് വലിയൊരു ആശ്രയം നൽകുന്ന കാര്യമാണ്. അപ്പം ഈ ആശുപത്രിക്ക് പകരമായ ഒരു വീട് അല്ലെങ്കിൽ രോഗം സൗഖ്യപ്പെടുത്തുന്ന ഒരു ഭവനം ഇവിടെ നേടിയെടുക്കാമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആശയത്തിൽ നിന്നാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് വന്നത്. അപ്പോൾ ഇവിടെ ഒരു അമ്മ, ഇവിടെ സ്നേഹം പകർന്നു നൽകുന്ന, ഭക്ഷണം കൊടുക്കുന്ന ഒരു അമ്മ, അല്ലെങ്കിൽ ഒരു പിതാവിൻ്റെ കരുതലോടുകൂടിയുള്ള ഒരു അപ്പൻ, അല്ലെങ്കിൽ സഹോദരങ്ങൾ, അവിടുത്തെ മക്കൾ എല്ലാവരും കൂടെ ചേർന്നൊരു ചികിത്സ ഒരുക്കുന്ന ഒരു രംഗമാണ് ഞങ്ങളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു രോഗി ഇവിടെ കടന്നു വരുമ്പോൾ തന്നെ അത് ഏത് രാത്രിയാണെങ്കിലും രാവിലെ ആണെങ്കിലും ഏത് സമയത്താണെങ്കിലും ഒരു വിളക്ക് കത്തിച്ച് അല്ലെങ്കിൽ ഒരു ക്രൂശിത രൂപത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ചാണ് ഞങ്ങൾ അവരെ സ്വീകരിക്കുന്നത്. ആരും ആശുപത്രിയിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഈ ആതുര ശുശ്രൂഷ മേഖല രോഗികൾ വരുവാൻ ആഗ്രഹിക്കുന്ന ഒരു കുടുംബമായി മാറണം. അവിടെ ഒരു അമ്മ വേണം, ഒരപ്പൻ വേണം, സഹോദരങ്ങൾ വേണം, ശുശ്രൂഷിക്കാൻ മാലാഖമാർ വേണം എന്ന ആഗ്രഹത്തോടെ ഒപ്പം നിന്ന് മക്കളും ഭാര്യയും അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തെ സാക്ഷാത്കരിക്കുകയായിരുന്നു. അതിനേറ്റവും മുന്നിൽ നിന്ന് പ്രയത്നിച്ചത് ഡോക്ടർ ജോയി മാത്യുവിൻ്റെ പത്നിയും ഡോക്ടർ റോബിൻ്റെയും ഡോക്ടർ ജോബിൻ്റെയും മാതാവുമായ മോളി ജോയി എന്ന അമ്മയാണ് ഇവിടെ എല്ലാവരുടെയും അമ്മയായി നിലകൊള്ളുന്നത്. എൻ്റെ പേര് മോളി ജോയി. ഡോക്ടർ റോബിൻ്റെയും സുബിൻ്റെയും ഡോക്ടർ ജോബിൻ്റെയും മക്കളുടെയും ഇവിടുത്തെ രോഗികളുടെയും എല്ലാവരുടെയും അമ്മയാണ് ഞാൻ.
1971 ഞാൻ മടക്കക്കുഴി കുടുംബത്തിലെത്തി. ചാച്ചനും അമ്മയും തുടങ്ങി വെച്ച ഈ പ്രസ്ഥാനം എൻ്റെ ഭർത്താവ് ഡോക്ടർ ജോയി മാത്യുവിലൂടെ ഈ ആശുപത്രി ഒരു വീടായി മാറിയപ്പോൾ ഇവിടുത്തെ രോഗികളുടെ അമ്മയായി ഞാൻ മാറി. പല രാജ്യങ്ങളിൽ വരുന്ന രോഗികൾക്ക് ഒരമ്മയുടെ വാത്സല്യത്തോടെ ഭക്ഷണം ഒരുക്കി കൊടുക്കുന്നു. ഇവിടുന്ന് രോഗം ഭേദമായി പോകുന്ന രോഗികൾ മോളിയമ്മേ എന്നുള്ള സ്നേഹത്തോടെയുള്ള വിളി, ആ ഒരു വിളി കേൾക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ സന്തോഷം തോന്നുന്നത്. ഇങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം എന്നെ അനുവദിച്ചതിന് ദൈവത്തിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഈ മോളിയമ്മയുടെ പിതാവ് ഔദച്ചൻ എന്നറിയപ്പെടുന്ന ജോസഫ് കളപ്പുരയിലാണ് വയലിൽ പിതാവിനോട് കൂടെ ചേർന്ന് സെയിൻറ്റ് മർത്താസ് എന്ന സന്യാസിനി സമൂഹത്തിൻ്റെ കോൺഗ്രിഗേഷൻ സ്ഥാപിച്ച അൽമായരിൽ ഒരാൾ എന്നത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വാർത്തയാണ്. ഏതാണ്ട് 48 രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇവിടെ ചികിത്സ തേടി എത്തിയിട്ടുണ്ട്. ഈ ഒരു സ്ഥാപനത്തിലെ ഏതൊരു വ്യക്തിയും തൻ്റെ ജോലി തുടങ്ങുന്നതിന് മുൻപ് ക്രിസ്തുരൂപത്തിന് മുന്നിൽ തിരികത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ അന്നത്തെ ദിവസം ആരംഭിക്കാറുള്ളൂ എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്പം ഞങ്ങളുടെ കൺസൾട്ടിംഗ് റൂം ക്രമീകരിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ചാപ്പലിനോട് ചേർന്നാണ്. അത് അൾത്താരയുടെ മുമ്പിൽ ഇപ്പോൾ രോഗിയെ പരിശോധിക്കുമ്പം മെയിൻ ചികിത്സ നിർദ്ദേശിക്കുന്ന ആളും രോഗിയും അൾത്താരയും, അപ്പോൾ അൾത്താരയുടെ മുമ്പിൽ അർപ്പിക്കപ്പെട്ട ഒരു ആവശ്യമായൊരു പ്രാർത്ഥനയായാണ് രോഗി ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പം കർത്താവിൻ്റെ കയ്യിലേക്ക് സമർപ്പിച്ചതിന് ശേഷമാണ് ഞങ്ങളുടെ പരിശോധനകൾക്ക് ശേഷം ഞങ്ങൾ രോഗം നിർണയിച്ച് അല്ലെങ്കിൽ അതിനു വേണ്ട ചികിത്സ നിർദ്ദേശിക്കുന്നത്. അപ്പം യേശുവിൻ്റെ കരങ്ങളിൽ അർപ്പിച്ച് ആരംഭിക്കുന്ന ആ ചികിത്സാ രീതി, അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് ശേഷം അല്ലെങ്കിൽ തലയിൽ കൈവച്ച് അവരെ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞങ്ങളിവിടെ ചികിത്സകൾ ആരംഭിക്കുന്നത്. തുടർന്ന് ചികിത്സയിലേക്ക് കടന്നു പോകുമ്പം ചികിത്സ ചെയ്യുന്ന തെറാപ്പിസ്റ്റുകൾ അവർ പോലും ചികിത്സയ്ക്ക് മുമ്പ് ഈ രോഗിയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ചികിത്സകൾ ആരംഭിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾക്കിവിടെ പ്രാർത്ഥനാ അനുഭവത്തിലേക്ക് ഇവരെ കൊണ്ടുവരാനായിട്ട് ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പല ഭാഗങ്ങളായിട്ട് സുവിശേഷ വചനങ്ങൾ അല്ലെങ്കിൽ ചിന്തോദ്ദീപകങ്ങളായിട്ടുള്ള പല വാക്കുകളും അവരെ പ്രാർത്ഥനയിലേക്ക് നയിക്കാൻ ഉതകുന്ന രീതിയിൽ ഞങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഡോക്ടർ ജോബിൻ ഉടുപ്പി ആയുർവേദ കോളേജിൽ നിന്നും പഠനം പൂർത്തിയാക്കി. തുടർന്ന് ഡോക്ടർ ജോബിനെ ജർമ്മനിയിൽ എത്തിക്കാൻ സഹായിച്ചത് മോളിയമ്മയുടെ സഹോദരിയും സിസ്റ്ററുമായ ഡോക്ടർ ജോസ്ഫിനാണ്. പിന്നീട് 2003 മുതൽ ഇന്ന് വരെ ജർമ്മനി ഉൾപ്പെടെ 13 രാജ്യങ്ങളിൽ പോയി ശുശ്രൂഷ ചെയ്യാൻ ദൈവം ഡോക്ടർ ജോബിന് ഇടവരുത്തി. I come from a one distance from Europe, Germany. And when I enter this place here, it feels like a sanctuary where God is in every place, in every plant, in every corner, in every treatment. So this touches me so deeply that God is the healer and that God is supported. Dr. Jobin and Dr. Robin and all the crew working here. And this makes me heal, having God as my Lord, as the above, the Almighty, the All-Healer. So God is supporting the whole space. God is supporting the doctors and all people here treating. Every treatment I meet starts with a prayer. Eating starts with a prayer. The morning starts with a prayer. Consultation starts with prayer. So coming here,
I cannot stay without God, stay without healing. Healing is the most important, but God is the one giving the healing. I was here 12 years before, and being so impressed, I returned back. I was only here for 10 days, and the treatment lasted very long, actually, 1 year really intensely, and afterwards it wasn't as much as before. So what you find here is a sanctuary. The sanctuary is protected, is secure, is supporting for healing, and this is what we need as humanity. This is what we need as Europeans. So therefore, it is worth to come here, to have God as our healer, as our savior. മടുക്കക്കുഴി ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇവിടെ വരുന്ന രോഗികൾക്ക് ഫിസിക്കൽ, മെൻ്റൽ, സ്പിരിച്വൽ ലെവലിൽ ശുശ്രൂഷ നൽകാൻ ഇവർ കൂടുതൽ ശ്രമിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ വരുന്ന രോഗികളെ ഒരു ക്രിസ്തീയ വിശ്വാസത്തിൽ പാലിക്കേണ്ട പല ചിട്ടകളും പരിശീലിപ്പിക്കാൻ ഇവർ ശ്രമിക്കുന്നു. കർത്താവ് സുഖപ്പെടുത്തിയ ശേഷം പറയുന്നു, നിന്റെ രോഗങ്ങൾ ഞാൻ സുഖപ്പെടുത്തിയിരിക്കുന്നു, സമാധാനത്തിൽ പൊയ്ക്കൊള്ളുക. അപ്പം ഇവിടെ ഞങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരു കേരളീയ ജീവിത രീതി, പ്രാർത്ഥനയോട് കൂടിയുള്ള ചികിത്സകൾ, പ്രാർത്ഥനയുടെ പിൻബലം, ഇത് അവരെ മുമ്പോട്ട് പോകാനായിട്ട്, ഇവിടുന്ന് പോയി കഴിഞ്ഞാലും മുമ്പോട്ട് പോകാനായിട്ടൊരു ചോദക ശക്തിയായിട്ട് അവരിൽ നിന്നുള്ള ഫീഡ്ബാക്സിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇവിടേക്ക് കയറി വരുന്ന ഓരോ വ്യക്തികളും പറയാറുള്ളൊരു കാര്യം, ഇതൊരു ആശുപത്രിയായി അവർക്ക് അനുഭവപ്പെട്ടിട്ടില്ല എന്നതാണ്. നേരെ മറിച്ച് ദൈവസ്നേഹം നിറഞ്ഞൊഴുകുന്ന ധ്യാനകേന്ദ്രമായിട്ടത്രേ അവർക്ക് അനുഭവപ്പെടുന്നത്. ഇവിടെ നിന്ന് കിട്ടിയ സ്വസ്ഥതയും സന്തോഷവും കൊണ്ടായിരിക്കാം രോഗസൗഖ്യത്തിന് ശേഷവും രോഗികൾ പിന്നെയും ഇവിടേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നത്. സ്ഥാപനത്തിന് മുന്നിൽ തന്നെ സ്ഥാനം പിടിച്ചിരിക്കുന്ന മനോഹരമായ ചാപ്പൽ അവരുടെ ഹൃദയങ്ങൾക്ക് പകരുന്നത് സ്വസ്ഥമായൊരു കുളിർമയാണ്. ഞാൻ അഞ്ജു റോബിൻ, മടുക്കക്കുഴി ആയുർവേദ ഹോസ്പിറ്റലിലെ ഡോക്ടർ റോബിൻ്റെ വൈഫാണ്. ഞാൻ 24 വർഷം മുമ്പ് കല്യാണം കഴിച്ച് മടുക്കക്കുഴി കുടുംബത്തിലേക്ക് വന്നതാണ്. ഇവർ ക്രിസ്തീയ കുടുംബം എങ്ങനെയായിരിക്കണമെന്ന് ബൈബിളിൽ പറയുന്നത് പോലെ തന്നെയാണ് എനിക്ക് അന്ന് മുതൽ ഇന്ന് വരെയും തോന്നിയത്. ഏറ്റവും പെർഫെക്റ്റായിട്ടുള്ള ഒരു അമ്മായിമ്മയും അമ്മായിപ്പനെയും 2 അനിയന്മാരെയും അന്ന് കിട്ടിയതുപോലെ തന്നെ ഇന്നും തുടരുന്നു. മമ്മിയുടെ ആ ഹോസ്പിറ്റാലിറ്റിയിൽ നിന്നാണ് ഇന്ന് കാണുന്ന മടുക്കക്കുഴി ആയുർവേദ ഹോം സ്റ്റേ ഉണ്ടായതെന്ന് പറയാം. ഇവിടെ ഏത് സമയത്താണോ ഒരു ഗസ്റ്റ് ഏത് ഭക്ഷണത്തിൻ്റെ സമയത്ത് വന്നാലും അവരെ ആ സമയത്തെ ഭക്ഷണം കഴിപ്പിച്ചിട്ടേ മമ്മി വിടാറുണ്ടായിരുന്നുള്ളൂ. ആ ഹോസ്പിറ്റാലിറ്റിയിൽ നിന്നാണ് മമ്മിയുടെ ചേച്ചി ജർമ്മനിയിൽ ഡോക്ടറായിരുന്ന സിസ്റ്റർ ജോസഫൈൻ്റെ 2 കൊളീഗ്സ് 2000 ഇവിടെ വന്നു. അപ്പം അവരെ ഞങ്ങളുടെ വീട്ടിലാണ് സ്വീകരിച്ചത്. അന്ന് ഈ ആശുപത്രി ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ നമ്മളുടെ വീട്ടിലെ ഒരു ബെഡ്റൂമിൽ താമസിച്ച് നമ്മുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് അങ്ങനെയാണ് മടുക്കക്കുഴി ഹോം സ്റ്റേ ഉണ്ടായത്. സ്പീക്കറിലൂടെ ശാന്തമായി ഒഴുകിയെത്തുന്ന ഭക്തിഗാനങ്ങളും കരുണക്കുന്തകളും ജപമാലകളും അശാന്തമായ മനസ്സോടെ ഇവിടെ എത്തുന്ന രോഗികൾക്ക് നൽകുന്ന പ്രത്യാശ വളരെ വലുതെന്ന് പറയാതെ വയ്യ. ഞാൻ ഡോക്ടർ തോമസ് റോബിൻ. ഞാനിവിടെ 9ാം തലമുറയിലെ ഏറ്റവും മുതിർന്ന ആളാണ്. എന്നെ ഈ ദൈവ ശുശ്രൂഷയുടെ മേഖലയിലേക്ക് കൈപിടിച്ച് നടത്തിയത് എൻ്റെ ഗ്രാൻഡ് ഫാദർ ഡോക്ടർ ജോയ് മാത്യു ആണ്. എനിക്ക് ആദ്യത്തെ ശ്ലോകം പറഞ്ഞു തന്നതും ആദ്യമായി എന്നെ കൺസൾട്ടിംഗ് റൂമിലോട്ട് നടത്തിയതും എൻ്റെ വല്യപ്പനാണ്.
ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇങ്ങോട്ട് പല അസുഖങ്ങളും സങ്കടങ്ങളുമായി വരുന്നവരെ ചികിത്സിച്ച് അവർ തിരിച്ച് സന്തോഷത്തോടെ മടങ്ങിപ്പോകുന്നത് കാണുമ്പോൾ ദൈവത്തിൻ്റെ ഈ പദ്ധതിയിൽ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാ ദിവസവും രാത്രി 7-ന് ജപമാലയുണ്ടാകും. ഇതിൽ കുടുംബാംഗങ്ങൾ എന്നതുപോലെ അമ്മയും മക്കളും കൊച്ചുമക്കളും ചികിത്സയ്ക്കായി വരുന്ന രോഗികളും ഒരുമിക്കുന്ന നിമിഷങ്ങൾ ഏറെ അനുഗ്രഹദായകമാണെന്ന് പറയാതെ വയ്യ. ഞാൻ മീതു ജോബിൻ, മടുക്കക്കുഴി ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ ഫിനാൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിൻ്റെ നേതൃത്വം വഹിക്കുന്നു. കുടുംബത്തിലെ ഡോക്ടർ ജോബിൻ മടുക്കക്കുഴിയുടെ ഭാര്യയാണ് ഞാൻ. പാവങ്ങളായ രോഗികൾക്കും സമൂഹത്തിൽ വിദ്യാഭ്യാസ സഹായം ആവശ്യമുള്ളവർക്കുമായി ഹാൻഡ്സ് ട്രസ്റ്റ് എന്ന പേരിൽ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി നടത്തിപ്പോരുന്നു. ഞങ്ങളുടെ വളർച്ചയ്ക്കൊപ്പം സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കായി സ്ത്രീകൾക്കും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കുമായി ധാരാളം തൊഴിലവസരങ്ങൾ ഒരുക്കുന്നു. രോഗി ശുശ്രൂഷയുടെ മഹത്വമറിഞ്ഞ് അതൊരു ദൈവവേലയായി വചനപ്രഘോഷണമായി ഞങ്ങളുടെ ടീം നടത്തിപ്പോരുന്നു. എല്ലാ ദിവസവും തന്നെ ഉച്ചകഴിഞ്ഞ് 3 മണി സമയമാകുമ്പോഴേക്കും ഒരു കരുണക്കൊന്തയുടെ പ്രാർത്ഥന ഇവിടെ ഞങ്ങൾ മ്യൂസിക്കായിട്ട് പ്ലേ ചെയ്യുകയും അതോടൊപ്പം താല്പര്യമുള്ളവർക്ക് ആ സമയത്ത് ഞങ്ങൾ ചാപ്പലിൽ വന്ന് ആ കരുണക്കൊന്തയിൽ പങ്കെടുക്കാൻ പറ്റുന്ന പോലെയും, അതുപോലെ തന്നെ എല്ലാ ദിവസവും വൈകിട്ട് 7:30 ഉള്ള കൊന്ത നമസ്കാരം, അതിൽ ഈ രോഗികളെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഓരോ ദിവസവും ഞങ്ങളുടെ കൊന്ത നമസ്കാരം ഞങ്ങൾ സമർപ്പിക്കുന്നത് ഓരോ രോഗികൾക്ക് വേണ്ടിയാണ്. അവരുടെ പേരുകൾ ഞങ്ങൾ ചാപ്പലിന് മുമ്പിൽ എഴുതി വെക്കും. അപ്പം അവരെ ഈ പ്രാർത്ഥനയിലേക്ക് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യും. അപ്പം പല മതസ്ഥർ, പല രാജ്യങ്ങൾ, പല ദേശങ്ങളിൽ നിന്നൊക്കെ വിശ്വാസത്തിൽ അത്രയും തീവ്രമായിട്ടല്ലാത്ത ആൾക്കാരാണെങ്കിൽ പോലും അവരുടെ പേര് സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരവസരത്തിൽ ഈ ചാപ്പലിലേക്ക് കടന്നു വരാനായിട്ട് അവർ താല്പര്യപ്പെടാറുണ്ട്. അപ്പം അങ്ങനെ ഏതൊക്കെ രീതിയിൽ പ്രാർത്ഥനയെ നമ്മുടെ ചികിത്സയിൽ ഉൾപ്പെടുത്താമോ, അല്ലെ മരുന്ന് ഞങ്ങൾ നിർമ്മിക്കുന്ന സമയത്ത് മരുന്ന് നിർമ്മിക്കുന്ന ആൾക്കാർ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് മരുന്ന് നിർമ്മിക്കുന്നത്. അപ്പം എല്ലാ രീതിയിലും ഇപ്പം നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളതുപോലെ തന്നെ മരുന്നോ ലേപനൌഷധമോ അല്ല, അങ്ങയുടെ വചനമാണ് ഇവരെ സുഖപ്പെടുത്തുന്ന ഉള്ള ജ്ഞാനത്തിൽ പറയുന്ന ആ ഒരു സന്ദേശം പോലെ ഏതൊക്കെ രീതിയിലാണോ കർത്താവിൻ്റെ സൗഖ്യം ഇവിടെ അനുഭവവേദ്യമാക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങളിവിടെ ചെയ്തു പോകുന്ന ഒരു കാര്യം. പിന്നെ ഞങ്ങളുടെ ചാപ്പലിൽ ഇവിടെ രോഗികളായി ചികിത്സയിൽ എത്തിച്ചേരുന്ന വൈദികർ അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാന, ഇപ്പോൾ ഏകദേശം പറയുകയാണെങ്കിൽ ഒരു മാസത്തിൽ ഒരു 10 കുർബാനയെങ്കിലും ഈ ക്യാമ്പസിൽ അർപ്പിക്കപ്പെടുക ഇവിടെ പതിവാണ്. രോഗികളായിട്ടെത്തുന്ന വൈദികർക്ക് ഇവിടെ എല്ലാ ദിവസവും കുർബാന അർപ്പിക്കാനുള്ള സൗകര്യമുണ്ട്. അതോടൊപ്പം രോഗികൾക്കും ഞങ്ങൾക്കൊക്കെ വേണ്ടിയും അവരർപ്പിക്കപ്പെടുന്ന ഓരോ ബലിയും ഇവിടെ വരുത്തി തീർക്കുന്ന മാറ്റമാണ് ഞങ്ങളുടെ ഒരു ആശ്രയം എന്ന് പറയാം. അപ്പോൾ ഇത് ഒരു കുടുംബമായിട്ടല്ലേ, ഒരു വീടായിട്ട് ഫോം ചെയ്തത് ഗ്രാജുവലായിട്ട് ഡെവലപ്പ് ചെയ്ത് ഒരു മുറിയിൽ നിന്ന് വളർന്ന് അത് 4 മുറിയായിട്ടും 6 മുറിയായിട്ടും 8 മുറിയായിട്ടും ഇപ്പോൾ ഏകദേശം 20 മുറികളോളം ആൾക്കാരെ സേവിക്കാൻ ഞങ്ങൾക്ക് അവസരം ഇവിടെ ഒരുക്കി തന്നതിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു കാരണം ഞങ്ങൾക്ക് ശക്തി പകരുന്ന ഇവിടുത്തെ ആൾക്കാരെയാണെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും ഇവിടുന്ന് ഞങ്ങൾ കൊളുത്തി കൊടുക്കുന്ന ചെറിയൊരു വിശ്വാസത്തിൻ്റെ ഒരു പ്രഭ അവർ പലരും വീട്ടിൽ പോയാണെങ്കിലും തുടരുന്നതായിട്ട് അവർ പറയാറുണ്ട്. അപ്പോൾ ഒരിക്കലും ഇവിടെ കുർബാന അർപ്പിച്ച ഒരു അച്ഛൻ ഈയിടെ പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുക എന്ന് ഈശോ പറഞ്ഞപ്പം ഞങ്ങളിവിടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാരെ ഇവിടെ എത്തിച്ച് അവരോട് സുവിശേഷം പ്രഘോഷിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരിക്കലും ഇതൊരു സുവിശേഷ പ്രഘോഷണമാണെന്ന് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ പ്രാർത്ഥന കൊണ്ട് ഒരു സൗഖ്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശമായിരുന്നു ഞങ്ങളുടേത്.
ഈശോ മിശിഹായിക്ക് ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈ ഒരു മണിക്കൂർ തന്ന ദൈവത്തെ ഞാൻ ആദ്യമായിട്ട് നന്ദിയോടുകൂടി ഓർക്കുകയാണ്. പ്രത്യേകമായിട്ട് എനിക്ക് പറയാനുള്ളത്, മടുക്കാക്കുഴി കുടുംബവുമായിട്ടുള്ള ആഴമേറിയൊരു ബന്ധം കിട്ടിയിട്ട് എനിക്കത് കുറച്ച് ഒരു വർഷം ആയതേ ഉള്ളൂ. അതിലെന്നെ ഏറ്റവും കൂടുതൽ ദൈവത്തിൻ്റെ അനുഭവത്തിലേക്ക് നയിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളായ ഡോക്ടർ റോബിൻ, ഡോക്ടർ ജോബിൻ. അതിനുശേഷം ഞാനിവിടെ ഈ വീട്ടിലേക്ക് വരികയും ഡോക്ടറിൻ്റെ മമ്മിയും ജീവിത പങ്കാളിയും എല്ലാവരും, പ്രിയപ്പെട്ട കൊച്ചുമക്കളും എല്ലാവരും അവരുടെ സ്നേഹവും അവരുടെ കൂട്ടായ്മയൊക്കെ പലപ്പോഴും അറിയുവാനായിട്ട് ഇടവന്നു. പല രാജ്യങ്ങളിൽ നിന്നും, കേരളത്തിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഒത്തിരി ജനങ്ങൾ ഇവിടെ വന്ന് ചികിത്സ തേടി, അതോടൊപ്പം പ്രാർത്ഥിച്ച് വലിയൊരു ഹീലിങ്ങോടുകൂടിയാണ് അവർ തിരിച്ച് പോയിട്ടുള്ളത്. അതാണ് എനിക്ക് കാണുവാനായിട്ട് വന്നിരിക്കുന്നത്. എന്നെ കൂടുതലായിട്ട് ആ ഒരു സ്വാധീനം ചെലുത്തിയത് ഈ ഒരു ഒരുമ, ദൈവസ്നേഹത്തിൻ്റെ പ്രതിഫലനം ഉൾക്കൊള്ളിക്കുന്ന രീതിയിലുള്ള അവരുടെ ആ ഒരു മനോഭാവം, ഒരു ആതിഥേയത്വം, അതെന്നെ കൂടുതൽ ആകർഷിച്ചിട്ടുണ്ട്. ആ ഈശോയുടെ സ്നേഹം എന്താണെന്നാണ് അവർ ഇവിടെ വരുന്ന എല്ലാവരും കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഈശോ ഈ ലോകത്തിൻ്റെ ഒരു വൈദ്യനാണ്. യഥാർത്ഥമായ വൈദ്യൻ ഈശോ തന്നെയാണ്. എനിക്ക് തോന്നുന്ന ഇവിടെ വരുന്ന എല്ലാവരിലും ആ ഒരു വൈബ്, ആ വലിയൊരു ശക്തി, കൃപ സ്വീകരിച്ചുകൊണ്ടാണ് അവർ തിരിച്ചു പോയിട്ടുള്ളത്. അന്ധനായൊരു വ്യക്തി കർത്താവിയുടെ വിശ്വാസത്തെ പ്രതി അവൻ മുന്നോട്ട് വന്ന് വിളിക്കുകയാണ്, എനിക്ക് സുഖം പ്രാപിക്കുവാനായിട്ട്, കണ്ണൊന്ന് തുറക്കുവാനായിട്ട്, കാഴ്ച ലഭിക്കുവാനായിട്ട്. അപ്പോൾ അവൻ്റെ വിശ്വാസത്തെ എത്രമാത്രം ശക്തിയുള്ളതാണ് ഈശോ കാണുകയാണ്. അങ്ങനെ ഈശോ ചെളിയിൽ ഒരു മണ്ണെടുത്ത് ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണിൽ പുരട്ടി. ഉടനെ അവന് കാഴ്ച ലഭിക്കുകയാണ്. ഇത് ഇന്നും മടുക്കാക്കുഴിയിൽ ഈ കുടുംബത്തിലെ ഈ ഡോക്ടേഴ്സിലൂടെ ഈ രോഗികൾക്ക് കിട്ടുന്ന വലിയൊരു സൗഖ്യം ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. ഞാൻ സിന്ധു, ഈ കുടുംബത്തിലെ രണ്ടാമത്തെ ആൾ സുബിൻ്റെ വൈഫാണ്. ഞാനീ പറയുവാണെങ്കിൽ പ്രൊഫഷണലി ഞാൻ പഠിച്ചേക്കുന്നത് ഫാർമസിയാണ്, MPharm ആണ്. ഞാൻ കൂടുതലൊരു മോഡേൺ മെഡിസിൻ ലൈനാണ് പഠിച്ചിരുന്നത്. ഇവിടെ വന്ന് കല്യാണത്തിന് ശേഷം ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ കൂടുതൽ ആയുർവേദത്തിനെ പറ്റി അറിഞ്ഞതും. അതിലുപരി ഇവിടുത്തെ ഒരു രീതി, ഞങ്ങളുടെ ഇവിടുത്തെ കുടുംബത്തിലെ ഒരു രീതി എപ്പോഴും ഒരു സ്പിരിച്വാലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്, അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത് ഒരു ഹീലിങ്ങിന്, ആ സ്പിരിച്വാലിറ്റി, ആ മൈൻഡിൻ്റെ ആ ഒരു ദൈവമായിട്ടുള്ള അടുക്കുമ്പോൾ നമുക്ക് ആ ഹീലിങ് എത്രത്തോളം എളുപ്പമാകുന്നു എന്നുള്ളത് മെഡിസിൻ മാത്രമല്ല, അത് മാത്രമല്ല ഒരു രോഗസൗഖ്യത്തിനുള്ളത്, എല്ലാത്തിനും ഉപരിയായിട്ട് ആ ഒരു നമ്മുടെ മനസ്സും ദൈവത്തിലേക്ക് അടുക്കുമ്പോഴാണ് ആ ഒരു ഹീലിംഗ് വരുന്നതെന്നുള്ളത് എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് ക്ലിയർ ആയിട്ടും ആ ഒരു പിക്ചർ കിട്ടിയത്. പിന്നെ ഇപ്പം ഞാനിവിടെ ഹാൻഡിൽ ചെയ്യുന്നത് റിസർവേഷൻസ് ആണ്. മടുക്കുകുഴി ആയുർവേദയുടെ റിസർവേഷൻസ് ആണ് കൂടുതലും ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ പല കൺട്രീസിലെ ഗസ്റ്റും അവരുടെ റിക്വയർമെൻറ്റ്സും പിന്നെ ഈ പറഞ്ഞ പോലെ ഫീഡ്ബാക്സും നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഫീഡ്ബാക്സ് എപ്പോഴും എനിക്ക് മനസ്സിലായത് ഇവിടുന്ന് പോയി കഴിയുമ്പം അവർ ഫിസിക്കലി മാത്രമല്ല ബെറ്റർ ആവുന്നത്, അവർ ഭയങ്കരമായിട്ടും ഒരു മെൻ്റലി മോറോവർ ഒരു സ്പിരിച്വൽ ഒരു അപ്ലിഫ്റ്റിംഗ് ആണ് അവർക്ക് കിട്ടുന്നത്. അതൊരുപാട് സന്തോഷം തരാറുണ്ട് അവരുടെ ഫീഡ്ബാക്സ് കേൾക്കുമ്പോൾ. ഇപ്പം ദൈവകൃപ കൊണ്ട് എൻ്റെ മൂത്ത മകൻ പ്രണവ്, അവനും ഇപ്പം ഈ ഫീൽഡിലേക്ക് തന്നെ, ആയുർവേദ ഫീൽഡിൽ 9ാം തലമുറ ആ ലെഗസി മുൻപോട്ട് തുടരാൻ വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹം കൊണ്ടെന്ന് തന്നെ പറയാം, താല്പര്യത്തോടു കൂടി തന്നെ ആയുർവേദം ഫീൽഡിലേക്ക് പോയേക്കുവാണ്. ഇപ്പം ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം കൂടുതലും ഞങ്ങൾ ഈ കുടുംബം ഒന്നായിട്ട് ദൈവത്തിൻ്റെ ഒരു ഒരു കരുതൽ, ഒരു ശക്തി, ആ ഒരു പിൻബലത്തിൽ കുറേ പേർക്ക് സൗഖ്യം നൽകാൻ സാധിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതോടൊപ്പം ഡോക്ടർ റോബിൻ്റെയും ഡോക്ടർ ജോബിൻ്റെയും സഹോദരൻ സുബിനും ഭാര്യ സിന്ധു സുബിനും ഇവരെ സഹായിക്കാൻ കൂടെയുണ്ട്. അങ്ങനെ ഈ കുടുംബം ആതുര ശുശ്രൂഷ രംഗത്തെ വിജയക്കൊടി പാറിച്ച് ദൈവസ്നേഹം മറ്റുള്ളവർക്ക് തങ്ങളിലൂടെ പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ട് മുന്നേറുകയാണ്.
ഇവിടുന്ന് സാധാരണ ഒരു രോഗി തിരിച്ചു പോകുമ്പോൾ ഞങ്ങളവരെ ഒരുമിച്ച് ചേർത്ത് നിർത്തി അമ്മ അവരുടെ തലയിൽ ആനാമ്പെള്ളം പൂശി അവരെ പ്രാർത്ഥിച്ചാണ് ഇവിടുന്ന് അയക്കുക. നമ്മൾ വീട്ടിൽ നിന്നൊക്കെ സാധാരണ ഇറങ്ങി പോകുമ്പോൾ നമ്മൾ ചെയ്യുന്ന പോലെ ഒരു പ്രാർത്ഥിച്ചിട്ടാണ് ഇവിടുന്ന് ഇറങ്ങി പോകുന്നത്. അപ്പോൾ ആ ഒരു പോക്കും ഒരു വിശ്വാസ ചൈതന്യം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ രോഗികൾ ഞങ്ങളോട് ചോദിക്കും, ഞങ്ങൾ അടുത്ത തവണ ഇവിടെ വരുമ്പം എന്താണ് നിങ്ങൾക്ക് കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഞങ്ങളുടെ രാജ്യത്തുനിന്ന് വേണോ? ഞങ്ങൾ പലപ്പോഴും അവരോട് ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും കൂടി ഓർക്കണമേ എന്നുള്ള ഒരു യാചനയാണ്. അപ്പോൾ പലരും അവരുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കാറുണ്ട്. പലപ്പോഴും പല വൈദികരും അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാനയിൽ അവർ ഒരു നിമിഷമെങ്കിലും ഞങ്ങളെ ഓർക്കാറുണ്ട്. പലരും ചെല്ലുന്ന കൊന്തയിൽ ഒരു രഹസ്യം ഞങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച് ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് ഇവർ ഞങ്ങൾക്ക് തിരിച്ചു നൽകുന്ന പ്രാർത്ഥനയുടെ അനുഭവം.